ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെൻറ്റിൻ്റെ അകത്താണ്. ടെൻ്റ് അടിച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി വന്നൊഴുകി രാജനഗരം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും എത്തിപ്പെട്ടൊരു പെട്രോൾ പമ്പാണിത്. അപ്പോൾ പുറത്തിപ്പോഴും മഴയാണ്. ഇപ്പോൾ ഏകദേശം സമയം രാവിലെ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ടും മഴക്കൊരു കുറവൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം ടെൻ്റെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ നമ്മൾ ടെൻറ്റ് തുറന്നു കഴിയുമ്പോൾ പുറത്തോട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോഴും മഴയൊന്നും നിന്നിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അപ്പോൾ മഴ കാരണം നമ്മൾ ഇന്നലെ ഇവിടെയാണ്. ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചു വന്നിട്ട് ഈ എയർ അടിക്കണ അവിടെ വന്നിട്ടാണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസനാണെങ്കിലും ആ സൈഡിൽ തന്നെ ലോക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിച്ചുകൊണ്ടിട്ടുണ്ടായ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈൻ വലിച്ചിട്ട് ബോർഡ് വലിച്ച് നമ്മളകത്ത് എല്ലാം ചാർജെല്ലാം കുത്തിയിട്ട് അവിടെ തന്നെ വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്കിന്ന് പോകാനായിട്ടുള്ള ഡ്രസ്സാണ് ഈ അടുത്ത് വിരിച്ചിട്ടേക്കണം. അപ്പോൾ ഇതിന്ന് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. ഡ്രസ്സെല്ലാം മാറണം. ഇപ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെൻ്റെല്ലാം ഒന്ന് മടക്കിയിട്ട് ഇവിടുന്ന് ഒരു 9 മണി 9:30 ആകുമ്പോൾ പയ്യെ ഇറങ്ങണം. എന്തായാലും നല്ല മഴയുണ്ട്. അപ്പോൾ അവിടെയാണ് പമ്പിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ വന്നാൽ. പിന്നലെ ഞാൻ ആ ഭാഗത്ത് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ ചേട്ടന്മാർ തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ പേരൊന്നും അടിക്കണില്ല, അപ്പോൾ നീ എന്തായാലും ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വന്ന് ടെൻ്റ് അടിച്ചത്. എന്തായാലും നല്ലതായി. പുറത്തടിച്ചെങ്കിൽ നല്ല മഴയുണ്ട്. അപ്പോൾ ഉള്ളിൽ വെള്ളമൊന്നും നനയില്ല. എന്നാലും നമുക്കൊരു പിന്നെ ടെൻറ്റ് മടക്കുമ്പോഴേക്കും ഒരു അസ്വസ്ഥത ആയിരിക്കും. ഇതിപ്പോൾ ആകെ ടെൻറ്റിൻ്റെ ഒരു സൈഡ് മാത്രമേ നനഞ്ഞിട്ടുള്ളൂ. ഈ സൈഡൊന്നും നനഞ്ഞിട്ടൊന്നുമില്ല, ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറും കൂടി നോക്കാം. നമ്മുടെ വീഡിയോ ഒന്ന് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ ടെൻ്റൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും വളരെ അടിപൊളി തന്നെയായിരുന്നു. ചേട്ടന്മാരാണ് ഇപ്പോൾ എന്നോട് ഞാൻ രാവിലെ തന്നെ ടെൻറ്റ് മടക്കി ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ മോനെ കുറച്ച് നേരവും കൂടി നിൽക്കും, മഴയുണ്ടല്ലോ, മഴ ഒന്ന് ഒതുങ്ങിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ. നമ്മൾ ഹൈവേ കൂടി വന്നിട്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ലൈൻ കമ്പി നിറയെ തത്തകളാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ആ സൈഡിൽ നിന്നൊക്കെ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ലൈൻ കമ്പി നിറയെ തത്തകളായിരുന്നു. അപ്പോൾ ബാക്കികളെല്ലാം അവിടെ കൂസലില്ലാണ്ട് ഇങ്ങനെ മഴയെന്ന് നനഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ അധികം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. രാവിലെ പമ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴ കാരണം നമ്മൾ ഏകദേശം ഒരു കടയിൽ 2 മണിക്കൂർ കയറി നിന്ന് 2 മണിക്കൂർ മേളിൽ ഒരു 2-3 മണിക്കൂർ കയറി നിന്നിട്ടാണ് വീണ്ടും ഇപ്പോൾ ഒരു മഴ കുറച്ച് കുറവുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കാക്കിനാട് നിന്ന് പോകാനായിട്ടുള്ള പ്ലാൻ മാറ്റി വെച്ച്. കാരണം അങ്ങോട്ട് ഇപ്പോൾ ഭയങ്കര അലാർട്ടും കാര്യങ്ങളൊക്കെയാണ് മഴയുടെ. ഇനിയുള്ള ഒരു 4 ദിവസത്തേക്ക് നല്ല മഴ തന്നെയാണ്. നമ്മളിനിയിപ്പോൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാലും വിശാഖപട്ടണത്തേക്കാണ്. വിശാഖപട്ടണത്തേക്ക് എത്തിയിട്ട് അവിടെ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടെ സ്റ്റേ തന്നെ എടുക്കണം. കാരണം നമ്മുടെ ഡ്രസ്സും ഷൂസും എല്ലാം ബാക്കിൽ വെച്ചേക്കണം, എല്ലാം നനഞ്ഞിരിക്കണേന്. അപ്പോൾ പെട്രോൾ പമ്പിലോ അങ്ങനെയൊക്കെയുള്ള സ്റ്റേയിൽ നമുക്ക് ഒരിക്കലും വിരിച്ചിട്ട് നല്ലോണം ഉണക്കിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇനിയുള്ള 3 ദിവസത്തേക്ക് നല്ല മഴ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ കോണ്ടാക്റ്റിൽ വിശാഖപട്ടണത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ ബന്ധപ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നെത്തൂല. ഏകദേശം ഇന്നെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ഉള്ളിലായിരിക്കും നമ്മൾ വിശാഖപട്ടണം എത്തുന്നത്. അപ്പോൾ ആരെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അതുമാത്രമല്ല ആ സമയത്ത് നമുക്ക് കുട്ടൂസിൻ്റെ ലഗേജുകളെല്ലാം അയച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങാൻ വേണ്ടി പോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഹൈവേ കൂടി ഇങ്ങനെ വന്നിട്ടിരിക്കണം. കുറേ നേരം ഇപ്പോൾ മഴ കാരണം നമുക്ക് ഒന്നാമത് സൈക്കിളിൽ സ്ലിപ്പായി വന്നിട്ടിരിക്കണം. അപ്പോഴേക്കും ഒരു ബോർഡ് കണ്ടാണ്. ബോർഡിനകത്ത് എഴുതിയേക്കണം ഡേഞ്ചർ സോൺ കണ്ടപ്പോഴേക്കും എന്താണെന്ന് നോക്കാൻ വേണ്ടി വായിച്ചാൽ 200 meters ആക്സിഡൻറ്റ് പ്ലേസ്. അപ്പോൾ ഇനി അങ്ങോട്ട് 200 മീറ്റർ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചോണം പോകാൻ. അല്ലാതെ തന്നെ നമ്മൾ വരാൻ നേരത്ത് കുട്ടൂസൻ ഇപ്പോൾ മഴയത്ത് ഇതുപോലത്തുള്ള ലോറികളൊക്കെ ചില സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ഒരെണ്ണം മഞ്ഞുണ്ടോ ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ കൂടി തന്നെ കുഴപ്പമില്ല. ഇത് നോക്കി പറഞ്ഞാൽ വൈറ്റ് ലൈൻ്റെ ഇപ്പുറത്തോട്ട് കടന്നിട്ട് ഇവന്മാർ സ്പീഡ് കൂട്ടിയിട്ട് ഓടിച്ചു വരും. അപ്പോൾ അത് ആ സമയം നമ്മളിങ്ങനെ പോകുന്ന ചെറുതായിട്ട് ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള റോഡ് സ്ലിപ്പ് റോഡുകളായിരിക്കുള്ളൂ. അത് കാരണമാണ് അവരിങ്ങനെ എമർജൻസി ബോർഡും കൂടി വെച്ചേക്കണം. അപ്പോൾ ഒരു 200 മീറ്റർ എന്നൊക്കെ പറയുമ്പോഴേക്കും
ഒരു 10 മിനിറ്റ് നമ്മൾ കിടക്കാൻ വേണ്ടി എടുക്കും. ആ 10 മിനിറ്റ് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം സൈക്കിൾ ചവിട്ടാനായിട്ട്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 6:30 ആയപ്പോഴേക്കും നമ്മളിവിടെ ഒരു മന്ദിരം കണ്ടപ്പോഴേക്കും എത്തിപ്പെട്ടാണ്. ഇവിടെ നിന്ന് ഹൈവേന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് കാണിച്ചപ്പോഴേക്കും നമ്മളവിടെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു ഇവിടെ വന്നാൽ സ്റ്റേ ഒക്കെ കിട്ടുമെന്ന് വെച്ചപ്പോഴേക്കും ആ സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. ഇത് അത്യാവശ്യം വലിയൊരു മന്ദിരമാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അന്നവാരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ വഴി ഇങ്ങനെ കയറി പൊക്കത്തെത്തണം. പൊക്കത്താണ് മന്ദിരം. അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും കുട്ടൂസനും കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് ഉന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ചെറിയൊരു തിരുപ്പതിൻ്റെയൊക്കെ കട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഇപ്പോൾ അകത്തോട്ടേക്ക് കയറ്റി വിട്ടത്. അപ്പോൾ ഇനി കയറി പോണ വഴിയാണിത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മേളിലുണ്ടാവാൻ തോന്നുന്നു ഈ കയറ്റം. വളഞ്ഞ് നേരെ ചെല്ലണത് മേളിലെത്താൻ നേരത്ത് മന്ദിറിലോട്ടാണ്. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ കണ്ട് നമുക്ക് സംസാരിച്ചിട്ടാണ് ഇന്ന് അവിടെ നിൽക്കാനായിട്ട്. അവിടെ നിൽക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വന്ന് നിൽക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ സൈക്കിളും ലഗേജൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി യാത്രയാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ എന്നോട് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ബാഗും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ചില വണ്ടികളൊക്കെ വരുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് നോക്കണുണ്ട്. എന്നോട് അങ്ങനെയൊന്നും ചെക്ക് ചെയ്തില്ല. ജസ്റ്റ് എന്താണെന്നുള്ള ഇത് ചോദിച്ചുള്ളൂ. ഞാൻ ഇതേപോലെ സ്റ്റേ കിട്ടുമോ മന്ദിറിലെന്ന് പറഞ്ഞപ്പോൾ ആ മേളിലോട്ട് കയറിപ്പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. എന്തായാലും ഇവിടെ നിന്ന് സ്റ്റേ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. കാരണം നല്ല രസമുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട്. ഇത്ര നേരം മഴയും ഹൈവേ ഒക്കെ കൂടി വന്നിട്ട് ആകെ ടയേർഡായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ലൊരു ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടി ഒരു നല്ല ക്ലീനായിട്ടുള്ള വഴി. അതുപോലെ തന്നെ ഇനി വെള്ളിൽ ചെല്ലുമ്പോൾ നല്ല കുറേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി എന്തായാലും ഞാൻ നാളെ രാവിലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി വന്നിട്ടുണ്ട്. താഴെ നോക്കിയപ്പോഴേക്കും ഇത്രയും കയറ്റമുണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷേ റോഡ് നല്ല ക്ലീനായിട്ട് പുതിയതായിട്ട് പണിതിട്ടൊക്കെ കൊണ്ടിട്ട് പോകാൻ നല്ല രസമുണ്ട്. കുറേ നേരം ഉന്തി ചവിട്ടിക്കയറ്റാന്ന് വിചാരിച്ച് നോക്കിയാൽ ഇനി ചവിട്ടിക്കയറ്റലൊന്നും നടക്കൂല. ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങണ ഈ വളവിന്ന് കണ്ടോ അമ്മച്ചേ. അങ്ങനെ വീണ്ടും നമ്മൾ പൊന്തിക്കയറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം മഴയായിരുന്നു കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് മഴക്കൊരു ക്ഷാമമുള്ളത്. അത് ഇതെയാ പറഞ്ഞു അപ്പം തന്നെ തുടങ്ങി. എന്നിട്ട് പൊക്കത്തെത്തണം. ഇത്രയും പൊക്കത്താണ് നമ്മൾ കയറി വന്നത്. ഇനിയും പോവാണ്ട്. ഇനി ഈ ഒരു ബോട്ട് ഇനിയും 2-3 എയർപിന്നും കൂടി കയറി കഴിഞ്ഞാൽ പൊക്കത്തെത്തും. ഞാൻ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ച് കയറി വരാൻ തുടങ്ങിയ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കയറ്റങ്ങളൊക്കെ കയറി ശീലം വേണമല്ലോ, നേപ്പാളിലോട്ടല്ലേ.
കുട്ടൂസൻ. അങ്ങനെ ഞാനും കുട്ടൂസനും കൂടി കയറി ഇപ്പോൾ വന്ന സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? നമ്മൾ ആ താഴെ കൂടി ആ അവിടെ ഹൈവേ ഉണ്ട്, ചെറുതായിട്ട് വണ്ടികൾ പോകണം, അവിടെ കൂടിയാണ് ഇങ്ങനെ കയറി വന്നത്. അതാണ് കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ഹൈവേ. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ടൊരു 2 കിലോമീറ്റർ വന്നിട്ടാണ് ഇതിൻ്റെ മേളിലോട്ടുള്ള കയറ്റം തുടങ്ങിയത്. കയറ്റം തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ കയറി വന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ്. ഈ വഴി വന്നിട്ട് ഇനിയിപ്പോൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് ഇന്ന് സ്റ്റേയുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ തിരുപ്പതിയിലെ പോലെയാണെങ്കിൽ ഏകദേശം 50 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള റൂം കിട്ടും. അപ്പോൾ ആദ്യം 500 രൂപ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കീ കൊടുക്കാൻ നേരത്ത് ബാക്കി പൈസ കിട്ടുന്ന രീതിയിലാണ് അവിടെ ഉള്ളത്. അതേപോലെയാണ് ഇവിടെയെങ്കിലും രക്ഷപ്പെട്ട് നമുക്ക് ചെറിയ പൈസക്ക് നല്ലൊരു റൂമൊക്കെ എടുത്ത് നമുക്കിന്ന് സേഫായിട്ട് കിടക്കുകയും ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ ഡ്രസ്സുകളൊക്കെ മേടിച്ചിടാനായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അതേ അടുത്ത മഴക്കാറ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മഴ വന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മേളിലോട്ട് കയറി പോവാം. അങ്ങനെ നമ്മളിന്ന് അന്നവരം ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് റൂമെന്ന് പറഞ്ഞാൽ ഡോർമെട്രിയിൽ ഫ്രീ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്തൊന്നും അധികം ആൾക്കാരുടെ തിരക്കൊന്നുമില്ല. രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങണം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കാണാം.